സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് ആളുകൾക്ക് താമസം മാറാൻ കഴിയാത്ത വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും ആദ്യവും ഏറ്റവും തീവ്രവുമായി അത് റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയായിരുന്നു. അതിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും കാണുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നതുമില്ല. ടൗൺഷിപ്പ് നിർമ്മാണം വൈകുന്നതിലെ വേദന പങ്കുവച്ച് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെല്ലാം നഷ്ടമായ ചൂരൽമല സ്വദേശി നൌഷാദ് മരിക്കുന്നതിന് മുമ്പ് ടൗൺഷിപ്പിലെ വീട്ടിൽ കഴിയണമെന്നായിരുന്നു തന്റെ ഉമ്മയുടെ ആഗ്രഹമെന്ന് നൌഷാദ് പറഞ്ഞു. വാടക വീട്ടിൽ വെച്ച് 2 ദിവസം മുമ്പാണ് നൌഷാദിന്റെ ഉമ്മ മരിച്ചത്. റൂബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ആദ്യഘട്ടത്തിൽ നൽകിയത് 178 വീടുകളാണ്. അത് സർക്കാർ കൈമാറി. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ 1 മാസത്തോട് അടുക്കുകയാണ്. പക്ഷേ അപ്പോഴും വന്ന ഒരു പ്രതിസന്ധി ദുരന്തബാധിതർക്ക് ആ വീട്ടിൽ താമസയോഗ്യമാകുന്ന രീതിയിൽ കിട്ടിയില്ല എന്നതാണ്. സാധാരണ എല്ലാവരും വിചാരിച്ചത് ഈ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് കയറി താമസിക്കാൻ കഴിയുന്ന രീതിയിൽ അനുയോജ്യമായ രീതിയിൽ അത് മാറും എന്നതാണ്. പക്ഷേ അത് നീണ്ടുപോകുന്നു. ഇപ്പോഴത്തെ നിർമ്മാണ പുരോഗതിയൊക്കെ കാണുമ്പോൾ, അതിന്റെ വേഗതയൊക്കെ കാണുമ്പോൾ അത് കുറെ കൂടി നീളുമോ എന്ന ആശങ്കയാണുള്ളത്. സർക്കാർ അവകാശപ്പെട്ടത് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ഇത് പൂർണ്ണമായും എല്ലാ വീടുകളും കൈമാറും, മഴക്കാലത്തിന് മുൻപ് എല്ലാവർക്കും വീടുകൾ ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞതാണ്. പക്ഷേ അത് നീണ്ടുപോകുന്നു. ഇപ്പോൾ എന്താണ് ദുരന്തബാധിതർക്ക് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ഇതിപ്പോൾ ഈ വീടുകളിൽ ഒന്നാണ് മൂന്നാമത്തെ സോണിൽ 199, അതായത് 178 വീടുകളിൽ ഒരു വീടാണ് ഈ വീട് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയും താമസയോഗ്യമല്ല. ഇതിന്റെ പരിസരങ്ങളും സംവിധാനങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നൌഷാദാണ് ഈ വീടിന്റെ ഗൃഹനാഥൻ. നിങ്ങൾക്ക് കിട്ടിയ വീട് അപ്പം ആരൊക്കെയാ ഉള്ളത് വീട്ടിൽ? വീട്ടിലെ ഉമ്മയും മക്കളൊക്കെ ഉണ്ട്. എന്താ സാഹചര്യം? ഇപ്പം മരണപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചത് പിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ കൂടി ഉമ്മാനെ ഒരു 10 ദിവസമെങ്കിലും ഇവിടെ താമസിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഞാൻ കളക്ടറായിട്ട് സംസാരിച്ചായിരുന്നു. അവര് നമുക്ക് സംസാരിക്കാം, അത് തീരുമാനമാക്കി തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഉമ്മ ഇപ്പോൾ മിനിയാന്ന് മരണപ്പെട്ടു. പിന്നെ ആഗ്രഹമായിരുന്നു ഇവിടെ താമസിക്കണം എന്നുള്ളത്. പക്ഷെ താമസിക്കാനുള്ള യോഗം ഉണ്ടായില്ല. മഴക്കാലത്തിന് മുൻപ് 2 കൊല്ലം ആവാനാവുന്നു. മഴക്കാലത്തിന് മുമ്പ് പറഞ്ഞാല് ഇപ്പോ ഏപ്രിൽ കൂടാന്ന് പറഞ്ഞ്, മാർച്ച് ലാസ്റ്റിൽ ഏപ്രിൽ കൂടാന്ന് പറഞ്ഞ്. അപ്പൊ അത് ആവുന്ന തോന്നുന്നില്ല കണ്ടിട്ട്. കാരണം വർക്കുകൾ നിങ്ങൾക്ക് ഇപ്പൊ വർക്കുകളും പിന്നെ ഡ്രെയിനേജിന്റെ വർക്കും അതേമാതിരി കറണ്ട് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പോ പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആവുന്നു തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എങ്ങനെയായിരുന്നു ചുരുൾമലയിൽ? എവിടെയായിരുന്നു വീട്? മുണ്ടക്കയിൽ പുഞ്ചിരിമട്ടം. ദുരന്തത്തില് വീടും പിന്നെ ഇതെല്ലാം പോയതാണ്. ഞങ്ങൾ കഷ്ടി രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസം. പിന്നെ 6000 റുപ്യ സർക്കാർ തരുന്നുണ്ട്. അതിൽ 1500 കൂട്ടിയിട്ട് 7500 ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. 6000 തരുന്നത്, 7500 കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ഇതുവരെ ആ എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ വൈകുന്നത് കാണുമ്പോൾ എന്താ ഒരു വൈകുന്നത് കാണുമ്പോൾ ഇപ്പൊ എന്റെ ഉമ്മാന്റെ അവസ്ഥ മറ്റുള്ളവർക്ക് വരരുത്. ഒരുപാട് രോഗികളുണ്ട്. പിന്നെ ഇതേമാതിരി പിന്നെ സീരിയസ് ആയി കിടക്കുന്ന ആളുകൾ. അപ്പോൾ ഞങ്ങളൊക്കെ ഈ 1.5 വർഷത്തോളമായി ഇന്ന് വരാം നാളെ വരാന്ന് നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്കൊക്കെ. അതേമാതിരി എൻ്റെ ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചു. എൻ്റെ ഉമ്മക്ക് ഇവിടെ വന്ന് ഒരു 10 ദിവസമെങ്കിലും ഇവിടെ കിടക്കണം, എന്നിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. ദുരന്തബാധിതരുടെ എല്ലാ പ്രതീക്ഷകളും ഉള്ളത് ഈ വീട്ടിലാണ്. അവർക്ക് കാര്യം പറഞ്ഞാൽ ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ്, വീണ്ടും ജീവിതം ഒന്ന് പുനരാരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വീട് വരുന്നതോടുകൂടിയാണ് അവരുടെ ജീവിതം തിരികെ വരിക. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതാണ്. സിദ്ധാർത്ഥിനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. റോബിൻ നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. റോബിൻ, ഏഷ്യാനെറ്റ് ന്യൂസിന് നേരെയും റോബിന് നേരെ വ്യക്തിപരമായും വലിയ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഈ ടൗൺഷിപ്പിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച്, വാഗ്ദാന ലംഘനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നതിന് പിന്നാലെ അതവിടെ നിൽക്കട്ടെ, അതങ്ങനെ നടക്കട്ടെ. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. കോൺഗ്രസും ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ നിശ്ചയമായും ഉണ്ട്. ആ നിലയിൽ കൊടുക്കൽ വാങ്ങലുകളുമായി പുരോഗമിക്കുന്നു. വയനാട്ടിൽ ഏത് നിലയ്ക്കാണ് ഇത് സ്വാധീനിക്കുക? അബ്ജോദ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വലിയ ചർച്ച തന്നെയാണ് ഈ വയനാട് പുനരധിവാസം എന്നത്, ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെയും. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച കൈമാറിയ 178 വീടുകളുടെ നിർമ്മാണം പോലും പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല എന്ന വിഷയം വരുന്നുണ്ട്. അത് വലിയ ചർച്ചയാവുന്നുണ്ട്. തീർച്ചയായും CPM അത് വലിയ പ്രതിരോധത്തിലാക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ടൗൺഷിപ്പിൽ തന്നെയാണ് അബ്ജോദ്. എനിക്ക് പിറകിൽ കാണുന്ന വീടുകളൊക്കെ 178 വീടുകളിൽപ്പെട്ട വീടുകളാണ്. നമുക്ക് കാണാം ആ വീടുകളുടെയൊക്കെ സമീപത്ത് നിർമ്മാണം നടക്കുകയാണ്. ഒരു കൗതുകകരമായ കാര്യം, സാധാരണ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് അതിന്റെ റോഡൊക്കെ ഇട്ട് ഏറ്റവും ഫിനിഷിംഗ് ചെയ്യുന്നത് അതിനുശേഷം എല്ലാ പണിയും പൂർത്തിയാക്കിയ ശേഷം ചെയ്യേണ്ട പണികളാണ്. പക്ഷേ ഇവിടെ കൈമാറാൻ വേണ്ടി പെയിന്റ് ഒക്കെ അടിച്ചു, വീടിന് ഓടിനൊക്കെ പെയിന്റ് കളറൊക്കെ നൽകി, ചുമരുകൾക്കൊക്കെ കളർ നൽകി. പക്ഷെ അതിനുശേഷം അതിനോടനുബന്ധിച്ച പണികൾ നടക്കുകയാണ്. അതായത് കൈമാറാൻ വേണ്ടി ഈ വീടുകൾ പേരിന് പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തു എങ്കിൽ പോലും ഇനിയും അത് പെയിന്റ് അടിക്കണം അവസാന ഘട്ടത്തിൽ. എങ്കിൽ മാത്രമേ ഇതിന്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായ ശേഷം അവർക്ക് അന്തിമമായി കൊടുക്കാൻ കഴിയൂ. എന്തായാലും
ദുരന്തബാധിതർക്ക് വലിയ വേദന ആശങ്ക അതിലുണ്ട്. അതാണ് അവരിപ്പോൾ പങ്കുവെക്കുന്നത്. വിഷയം എന്തായാലും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാണ്. സർക്കാരിനെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് UDF-ഉം NDA-യും രംഗത്ത് വന്നിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച 178 വീടുകൾ പോലും എന്തുകൊണ്ട് സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല? സർക്കാർ പറഞ്ഞത് ഏപ്രിൽ അവസാനത്തോടുകൂടി എല്ലാ വീടുകളും നൽകും, 410 വീടുകൾ നിർമ്മിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നൽകുമെന്നതാണ്. പക്ഷേ ഇപ്പോഴും അടുത്ത നാളത്തെ കഴിഞ്ഞ് അതിന് ഒരു മാസം പൂർത്തിയാകുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. പക്ഷേ എന്നിട്ടും ആദ്യം 178 വീടുകൾ പോലും എന്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനമാണ് അവർക്കെതിരെ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചയാക്കുന്നു, വിമർശനമടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭൂമിയിലുള്ള വീടുകൾ എവിടെ എന്ന ചോദ്യമാണ് CPM ഉയർത്തുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു.